പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. അങ്ങയുടെ പുണ്യസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ വരുവാൻ തക്കോണം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ വചനം ശ്രദ്ധിക്കുമ്പോൾ ലോർഡ്, ലെറ്റ് ഇറ്റ് ബി സോ മീനിങ്ഫുൾ ഫോർ us, ലോർഡ്, വി പ്രേ. ഇൻ ജീസസ് നെയിം വി പ്രേ. ആമേൻ. നമുക്ക് ഇന്നത്തെ വചനാധ്യാനത്തിനായിട്ട് കർത്താവ് ഒരുക്കിയ വചനം ശ്രദ്ധിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. എനിക്ക് തന്നെ വളരെ തമാശ തോന്നിയ ഒരു ഭാഗമാണ് ഞാൻ ധ്യാനിക്കാൻ ദൈവം എനിക്ക് തന്നത്. ഞങ്ങക്ക് കുറച്ച് നാളുകളായിട്ട് വീട്ടിൽ കുറച്ച് തിരക്കായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ആക്ച്വലി സിസ്റ്റേഴ്സ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഓർത്ത് ഒരു ദിവസം ഫുൾ റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ച. കർത്താവെ, എന്നോട് അങ്ങ് സംസാരിക്കണമേ, എങ്ങനെ റെസ്റ്റ് എടുക്കാൻ സാധിക്കും എന്നുള്ള ഭാഗം ഞാൻ ചിന്തിച്ചാണ് ഈ ഭാഗം. ഹോൾ ഡേ കർത്താവിന്റെ കൂടെ ഇരിക്കാം, ഫുൾ റെസ്റ്റ് എടുക്കാം, കർത്താവ് എന്നോട് എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാം എന്ന് വിചാരിച്ച് ഞാൻ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കാൻ തുടങ്ങി. ഞാനത് വായിച്ചപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, കർത്താവിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ ആക്ച്വലി ഈ ഭാഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായി. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം, നിങ്ങൾക്കും എൻ്റെ കൂടെ മനസ്സിലാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്കിനകത്ത് കാണാൻ പറ്റുന്നത് കർത്താവ് ഒരു കർത്താവിന്റെ കുറെ കാര്യങ്ങൾ 1-ാം അധ്യായം ഫുൾ എഴുതി വെച്ചിരിക്കുക. ഞാൻ ആക്ച്വലി ഇംഗ്ലീഷിലാണ് അതിന്റെ ആ വേർഡ് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. ഈ 1-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ഒരു വാക്ക് എടുത്തു കാണിക്കും. ഞാൻ പെട്ടെന്ന് അത് വായിക്കാം. ഇംഗ്ലീഷിൽ ആദ്യം വായിക്കുന്നത് 10-ാം വാക്യം. And immediately coming out of the water, he saw the heavens opening. 12-ാം വാക്യം. Immediately the Spirit impelled him to go out in the wilderness. 18th verse. Immediately left the nets and followed him. 20-ാമത്തെ വാക്യം. Immediately he called them. അത് കഴിഞ്ഞ് 28-ാം വാക്യം. Immediately the news about him went out everywhere. 29th verse. Immediately after they had come out of the synagogue. 30-ാമത്തെ വാക്യം. Simon's mother-in-law was lying sick with a fever. Immediately they spoke to him about her. അത് കഴിഞ്ഞ് 42-ാം വാക്യം. Immediately the leprosy left him and he was cleansed. അപ്പൊ ഞാൻ ഇത് വായിച്ചപ്പോഴ് എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഈ ഒരു അധ്യായത്തിൽ തന്നെ ഇമ്മീഡിയറ്റ്ലി 8 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി 1-2 ദിവസത്തെ സംഭവമല്ല ഇത്. എന്നാലും ഒരു കർത്താവിന്റെ ഒരു ജീവിതത്തിന്റെ കുറച്ച് ദിവസങ്ങളുടെ ഒരു പിക്ചർ ഇവിടെ കാണിക്കുന്നത്. മലയാളത്തിൽ അത് ഇമ്മീഡിയറ്റ്ലി എന്നുള്ളിടത്ത് ഉടൻ വേഗത്തിൽ എന്നൊക്കെയാ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ ഭാഗം കൂടെ വായിക്കാം. അപ്പം ആദ്യത്തെ ഫ്യൂ വേഴ്സ്, അതായത് 9-ാമത്തെ വേഴ്സ് വരെ കാണിക്കുന്നത് വായിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ എങ്ങനെ കർത്താവിന്റെ വഴി ഒരുക്കുന്നു. അത് കഴിഞ്ഞ് യോഹന്നാനാൽ സ്നാനമേൽക്കുന്നു. 10-ാമത്തെ വാക്യം മലയാളത്തിൽ വായിക്കാം. 9-ഉം 10-ഉം. ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. നീ എന്റെ പ്രിയപുത്രനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വലിയൊരു സംഭവമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് 12-ാമത്തെ വാക്യത്തിൽ ഇമ്മീഡിയറ്റ്ലി ദ സ്പിരിറ്റ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒട്ടും സമയമില്ല കർത്താവിന്. അതായത് സ്നാനം ഏറ്റു, ഇനി അതും ആലോചിച്ച് കർത്താവിന്റെ ശബ്ദം പ്രിയപുത്രൻ എന്നുള്ളത് കേട്ടു, പിതാവാൻ ദൈവത്തിന്റെ. പക്ഷെ പിന്നെ സമയമില്ല. ഉടനെ സ്പിരിറ്റ് പിന്നെ നിർബന്ധിക്കുക മരുഭൂമിയിലേക്ക് പോകാൻ. അവിടെ 40 ദിവസം സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി. 17-ാമത്തെ വാക്യം. കർത്താവിന് ഒട്ടും സമയമില്ലാത്ത പോലെയാ. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, 30 വർഷം കർത്താവ് യോസെഫിന്റെയും മറിയയുടെയും കൂടെ കാർപ്പൻട്രി ഒക്കെ ചെയ്ത് ജീവിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 30-ാമത്തെ വയസ്സിൽ ഇറങ്ങി വന്നു. 3-3.5 വർഷമേ ഉള്ളൂ എന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് ദൈവത്തിന്റെ പശ്ചാത്മാവ് തന്നെ പറയുക, ഇനി ഒട്ടും സമയമില്ല, പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കേട്ടപ്പം അത് ചിന്തിച്ചപ്പോ ഞാൻ ചിന്തിക്കുമായിരുന്നു, കർത്താവിന് അറ്റ്ലീസ്റ്റ് അറിയാം 3.5 വർഷമാണെന്നുള്ളത്. നമുക്ക് എത്ര സമയമുണ്ടെന്ന് നമുക്ക് അറിയാമോ? അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ തമാശ എന്ന് പറഞ്ഞത്, ഞാൻ ഒരു ദിവസം ഫുൾ റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞിരുന്ന സമയത്താണ്
കർത്താവ് എന്നോട് പറഞ്ഞത്, നിനക്കറിയാമോ എത്ര കുറവ് സമയമോ അല്ലെങ്കിൽ എത്ര കൂടുതൽ സമയം നിനക്കുള്ളതെന്ന്? ഒത്തിരി കാര്യങ്ങൾ നിനക്ക് നിന്നിൽ കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഇവിടെ അതാ ഇമ്മീഡിയറ്റ്ലിന്ന്. 18-ാം വാക്യം വന്നപ്പോഴത്തേക്ക് 17-ഉം 18-ഉം മലയാളത്തിൽ വായിക്കാം. യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. ഉടനെ അവൻ വലവിട്ട് അവനെ അനുഗമിച്ചു. 19 അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബ് സഹോദരനായ യോഹന്നാനും പടയിൽ ഇരുന്ന് വല നന്നാക്കുന്നുണ്ട്. ഉടനെ അവരെയും വിളിച്ചു. അപ്പം 18-ാം വാക്യത്തില് ഉടനെ വല വിട്ടു. 19, 20 വന്നപ്പോഴത്തേക്ക് ഉടനെ അവരെ വിളിച്ചു. അതായത് ഒരു കാര്യം കഴിഞ്ഞ ഉടനെ അടുത്തടുത്ത കാര്യം. പുത്രനാം ദൈവം, ത്രിയേക ദൈവത്തിലെ പുത്രനാം ദൈവം ഓരോരോ കാര്യങ്ങളും, പരിശുദ്ധാത്മാവാം ദൈവം അവിടെ ഉടനെ ആത്മാവ് അവനെ വനാന്തരത്തിലേക്ക് പോകാനായിട്ട് നിർബന്ധിച്ചു. ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ പിതാവാം ദൈവം, ത്രിയേക ദൈവം ഇങ്ങനെയാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായി. ഏറ്റവും ബ്ലെസ്സഡ് ആയിട്ട് തോന്നിയത് 27-ാം വാക്യത്തില്, ഇതെന്താ ഒരു പുതിയ ഉപദേശം, അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളെയും കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. അവന്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാടെങ്ങും പരന്നു. അവിടെ അങ്ങ് 28-ാം വാക്യം, ഇമ്മീഡിയറ്റ്ലി ദ ന്യൂസ് അബൌട്ട് ഹിം. അതായത് ഇനി സമയമില്ല, ഒത്തിരി പേര് ദൈവത്തിന്റെ ഭാഗത്തേക്ക് വരാനുണ്ട്. അതുകൊണ്ട് ശ്രുതി എല്ലാം എത്രയും പെട്ടെന്ന് പകരുക, കാരണം ആൾക്കാർ വരാനുണ്ട്. ഞാൻ ഇത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് വിലയിരുത്താം. എത്ര സ്പീഡിലാണ് നമുക്ക് ദൈവത്തിന്റെ പദ്ധതി ചെയ്തു തീർക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് 29-ാം വാക്യം, പക്ഷെ ഇതിന്റെ ഇടയ്ക്കോ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം, അവിടുന്ന് അവര് വന്നിട്ട് 29 പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബ് യോഹന്നാനുമായി ശിമോന്റെയും അന്ത്രയോസിന്റെയും വീട്ടിൽ വന്നു. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. ഈ തിരക്കിനിടയ്ക്ക് ഇമ്മീഡിയറ്റ്ലി അവിടുന്ന് ആ വീട്ടിൽ ചെന്നു. കർത്താവിന് അതിന് സമയമുണ്ടായിരുന്നു. അതായത് തന്നെ ശിഷ്യന്മാരുടെ വീട്ടിൽ ചെല്ലാനായിട്ട്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, സൈമൺസ് മദർ ഇൻ ലോ വാസ് ലൈങ് സിക്ക് വിത്ത് എ ഫീവർ, ഇമ്മീഡിയറ്റ്ലി ദേ സ്പോക്ക് ടു ഹിം അബൌട്ട് ഹെർ. എത്ര അനുഗ്രഹമാ ആ കാര്യം. അതായത് അവർ വിചാരിച്ചില്ല, കർത്താവിന് വേറെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട്, ഈ പനി എന്തിനാ പറയുന്നതെന്ന് അങ്ങനെ അവർ ചിന്തിച്ചില്ല. ഇമ്മീഡിയറ്റ്ലി ഉടനെ അവർ പറഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. ഉടനെ അവരുടെ പനി വിട്ടുമാറി, മാത്രമല്ല ശുശ്രൂഷിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പം ഉടനെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ വലിയ ശുശ്രൂഷകൾ മാത്രമല്ല, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ. അതായത് ഒരു അമ്മയുടെ കാര്യം എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ചിന്തിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ച് താഴോട്ട് വരുമ്പോൾ 42-ാമത്തെ വാക്യത്തിൽ, 41-ാം വാക്യത്തിൽ അവിടെ കർത്താവ് ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു. അവിടെയും 42-ല് ഉടനെ കുഷ്ഠം വിട്ടു മാറി, അവന് ശുദ്ധി വന്നു. യേശു അവന് അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ഇന്നലത്തെ എൻ്റെ ഒരു ഡേ ചിന്തിക്കുമായിരുന്നു. ഒത്തിരി കാര്യങ്ങള് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ജോലിയുടെ ഇടയ്ക്കും എല്ലാം. അത് കഴിഞ്ഞ് ഞാൻ തിരക്കിനിടയ്ക്ക് ദൈവം എങ്ങനെ ഈ ഇമ്മീഡിയറ്റ്ലി പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ നമ്മുടെ ദിവസത്തെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെ ദൈവം നടത്തുന്നു എന്നുള്ള കാര്യം എന്റെ പേഴ്സണൽ ലൈഫ് ഇതും കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഞാൻ ആക്ച്വലി കുറച്ച് നല്ല തിരക്കായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇന്നലെ. ജോലിയുടെ ഇടയിൽ എനിക്കൊരു അൺനോൺ നമ്പറോ ഒരു ഫോൺ കോൾ വന്നു. ഞാൻ അത് എടുക്കണോ വേണ്ടയോ, ഇപ്പൊ ഇനി സമയമില്ല, പേഷ്യൻ. പിന്നെ ഞാൻ വിചാരിച്ചു, പിന്നെ എന്റെ മനസ്സിൽ എടുക്കാമെന്ന് തോന്നി. എടുത്ത ഉടനെ എനിക്ക് ആക്ച്വലി TMM ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ ആയിരുന്നു. അവരുടെ ഓഫീസിൽ ഒന്ന് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യത്തിനായിട്ട്. ഞാൻ അവിടുത്തെ ഗൈനിക് സ്റ്റുഡൻസിനെയും കൂടെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റില് അപ്പൊ ഞാൻ ഓക്കെ ശരി. എനിക്ക് ഭയങ്കര മടിയായിരുന്നു, കാരണം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അല്ലാതെ ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ വരണോന്ന് ചോദിച്ചപ്പോ ഇല്ല ഡോക്ടറെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി. പിന്നെ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് വളരെ ടയേർഡായിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഇതൊക്കെ അങ്ങ് മറന്നുപോയി. TMM അടുക്കാറായപ്പോഴും എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇത് ഓർമ്മ വന്നു. ഞാൻ പറയാൻ വന്നത്, വളരെ റിലക്റ്റന്റ് ആയിട്ട് ഞാൻ അവിടെ പോയി എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് തിരിച്ച് ഞാൻ വരുന്ന വഴിക്ക് ദൈവത്തിന്റെ പദ്ധതിയിലുള്ള 2 കാര്യങ്ങൾ നടന്നു. ഒന്ന്, ഒരു കാര്യത്തിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ലിഫ്റ്റിലോട്ട് കയറുന്ന ഉടനെ പെട്ടെന്ന് ഒരു വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരി, വളരെ ഒരു മിഷണറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയെ കണ്ടു. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, ഫാദർ ഇങ്ങനെ സിക്കായിട്ട്. ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഫാദർ സിക്ക്. അപ്പൊ എനിക്ക് ഓർമ്മ വന്നു, ഫാദർ സിക്ക്, പോയി കാണണമല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. അപ്പൊ എനിക്ക് വേറൊരു അങ്കിളും സിക്നസ് ആയിട്ട്
സിക്കായിരുന്നു, ബെറ്റർ ആവുന്ന കാര്യം ഓർമ്മ വന്നു. അപ്പോൾ രണ്ടിടത്തും പോകണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഈ അധ്യായത്തിൽ നടന്ന പോലത്തെ ഒരു കാര്യം നടന്നു. അതൊന്ന് വായിക്കാം. 44 മർക്കോസ് 1:44 43. കുഷ്ഠം വിട്ടുമാറി അവൻ ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു, നോക്ക്, ആരോടും ഒന്നും പറയരുത്. എന്നാൽ ചെന്ന് പുരോഹിതൻ നിന്നെ തന്നെ കാണിച്ചു, ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു. അവനോ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണങ്ങളിൽ കടപ്പാൻ കഴിയായ കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തു നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ആക്ച്വലി കർത്താവ് പറഞ്ഞല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിച്ച കാര്യമല്ല ഈ മനുഷ്യൻ ചെയ്തത്. അത് അങ്ങനെ ചെയ്തത് കൊണ്ടും കർത്താവിന്റെ പദ്ധതി മാറിയില്ല. കർത്താവ് ഇൻഫാക്ട് അതുകൊണ്ട് അധികം ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് പോയി അവിടെയും ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി. ഞാൻ ആക്ച്വലി വളരെ റിലക്റ്റന്റ് ആയിട്ട് പോയ ഒരു സ്ഥലമാണ് ഇന്നലെ ആ സമയത്ത്. എന്നിട്ട് അവിടെ ചെന്ന് ഈ എന്നെ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ 2 അങ്കിൾമാരെ കാണണമെന്ന് ഓർമ്മ വന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എനിക്ക് വേറൊരു ഫോൺ കോൾ വന്നു. ഞാൻ ഇതെല്ലാം മറന്ന് ഞാൻ തിരിച്ച് നിയമം വിട്ട് ഒരു പകുതി വഴിയായപ്പോൾ ഓർത്തു, അയ്യോ ഇത് രണ്ടും കണ്ടില്ലല്ലോ. പക്ഷെ എപ്പോഴും എൻ്റെ മനസ്സിൽ, അതായത് ദൈവം എന്നെ ഓർപ്പിച്ച കാര്യം ഞാനങ്ങ് മറന്നുപോയി. അതാ ഞാൻ പറയുന്നത്. ഉടനെ ഞാൻ വിചാരിച്ചു കർത്താവിനൊരു ഹയർ പ്ലാൻ ഉണ്ട്. എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ചിലപ്പോ എന്റെ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ കുറ്റം കൊണ്ടോ ഞാൻ ദൈവം ഏൽപ്പിച്ച കാര്യം ആയാൽ പോലും മറന്നു പോകുമ്പോൾ ഉടനെ ഞാൻ ചിന്തിക്കും, കർത്താവേ എന്റെ കുറവാ, പക്ഷെ കർത്താവിനൊരു ഹയർ പ്ലാൻ ഉണ്ട്. ഞാൻ അങ്ങനെ വളരെ സമാധാനമായിട്ട് ഞാൻ വീട്ടിൽ വന്നു. അതുകൊണ്ട് ഞാനും വൈകിട്ടത്തെ മീറ്റിംഗ്സ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് 8-8:30 ആയപ്പോൾ ഞങ്ങൾ ഈ 2 അങ്കിൾമാരെ കാണാനായിട്ട് പോയി. തിരിഞ്ഞു നോക്കിയാൽ അത് കറക്റ്റ് സമയമായിരുന്നു. പ്രത്യേകിച്ച് ഒരു അങ്കിള് വളരെ സിക്കായിട്ട് ഇരുന്ന് കൂടെ നിന്ന് പ്രിയ സഹോദരി, മിഷണറി ആയിട്ടുള്ള സഹോദരി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്തായിരുന്നു ആ സമയത്താ കയറി ചെന്നത്. അതുകൊണ്ട് അവരെയും കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. വളരെ 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 ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങി വരാൻ പറ്റി. അപ്പൊ അതായത് ഞാൻ പറയാൻ വന്നത്, നമ്മൾ കർത്താവിന്റെ കൂടെ നടക്കുമ്പം ചിലപ്പോൾ മറവികൾ പോലും ദൈവം നന്മയ്ക്കായിട്ട് ഉപയോഗിക്കും. എല്ലാ സമയത്തും ഈ വലിയ ഹോപ്പ് നമ്മുടെ കണ്ണുകൾ തുറന്ന് കർത്താവിന്റെ വഴികൾ കണ്ടാൽ നമുക്ക് തെറ്റുകൾ വരത്തില്ലെന്നല്ല, മറവികൾ വരത്തില്ലെന്നല്ല, അതും അല്ലെങ്കിൽ വേറൊരാളുടെ മറവി കൊണ്ട് നമുക്കൊരു പ്രയാസം വരാം. അപ്പോഴും കർത്താവിന് ഒരു ഹയർ പ്ലാൻ ഉണ്ട്. ഗോഡ് ഈസ് എ ഹയർ പ്ലാൻ. ആക്ച്വലി ഞാൻ ഓർക്കുമായിരുന്നു, ആ പ്രിയ അങ്കിളിനെ ഞാൻ ആ സമയത്ത് പോയി കണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ വന്നേനെ. പക്ഷെ രാത്രി 8:30-9 മണിക്ക് ചെന്നതുകൊണ്ട് ദൈവത്തിന്റെ പ്ലാൻ അവിടെ നിറവേറി. ദൈവത്തിന്റെ പ്ലാൻ നിറവേറി, ഞങ്ങളില്ലായിരുന്നെങ്കിലും നിറവേറിയേനെ. പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് പോയി കാണാനും ആ ദൈവത്തിന്റെ പ്ലാനിന്റെ പാർട്ടാകാനും ദൈവം സഹായിച്ചു. അപ്പൊ ഫൈനലി ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യട്ടെ. അതായത് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് നമുക്ക് കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ, എന്തെല്ലാം ചെയ്തു തീർക്കാനുണ്ട് അത് ചെയ്തു തീർക്കാനായിട്ട്. ഇമ്മീഡിയറ്റ്ലി ഉടനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കണമെങ്കിലും അത് ദൈവം സഹായിക്കും. പക്ഷെ 2 കാര്യം അതിനകത്ത് പറഞ്ഞോട്ടെ. ഒരു സമയത്ത് ഇമ്മീഡിയറ്റ്ലി കാണാത്തൊരു കാര്യമുണ്ട്. 35-ാം വാക്യം നമുക്ക് നല്ലതായിട്ട് അറിയാവുന്ന വാക്യം. 35-ാം വാക്യത്തില് കർത്താവ് എടുക്കുന്ന ഒരു പ്രിക്കോഷൻ, അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അവിടെ പോയി ഇരിക്കുമ്പോൾ തന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ശിമോൻ പത്രോസ് വന്ന് അവിടെ വിളിക്കാനായിട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. എങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഒരു സമയം കിട്ടാൻ സാധിക്കും, അത് നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കണം. ഉടനെ അത് തിരിച്ചു വരത്തില്ല. വേറൊരു വാക്യം കൂടെ, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വാക്യം കൂടെ വായിക്കട്ടെ. ഇത്രയും തിരക്കേറിയ ജീവിതത്തിന്റെ ഇടയ്ക്ക് കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യം, അതും കൂടെ വായിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. 6-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം. അപ്പൊ ഇങ്ങനെ കർത്താവ് ശിഷ്യന്മാരും വളരെ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇതിന്റെ ഇടയ്ക്കാണ് 6-ാം അധ്യായം 30-ാം വാക്യം. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയം ഇല്ലായിക കൊണ്ട്, നമുക്കിങ്ങനെ ഇടയ്ക്ക് വരാറുണ്ടോ ഇല്ലായിക കൊണ്ട് അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതായത് കർത്താവ് അവർക്ക് ഭക്ഷിപ്പാൻ സമയമില്ലാന്ന സമയത്ത് കർത്താവ് അവരോട് പറയുക, നിങ്ങൾ വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ. എത്ര ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ദൈവമാണ്. ഇടയ്ക്ക് അല്പം ആശ്വസിക്കാനായിട്ട് ദൈവം പറയുക.
നമ്മള് നമ്മള് ഉടനെ 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 ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് പറയും. പക്ഷെ കർത്താവിനറിയാം നമുക്ക് എത്ര പറ്റുമെന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ആശ്വസിച്ചു കൊള്ളാനായിട്ട് കം അവേ ടു എ ലോൺലി പ്ലേസ് ആൻഡ് റെസ്റ്റ് അവൈ, ഇതും ദൈവം തരും. ഇത്ര വിശ്വസനായ ദൈവം നമുക്ക് അതുകൊണ്ട് കർത്താവിന്റെ പ്ലാനിലോട്ട് നമ്മളെ തന്നെ ഫിറ്റ് ഇൻ ചെയ്യാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട അയ്യോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടല്ലോ എന്ന്. നമ്മൾ ചിന്തിക്കേണ്ട അയ്യോ ചെയ്യാനുള്ളതൊക്കെ മറന്നുപോയല്ലോ എന്ന്. നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കർത്താവിന്റെ കൂടെ നടന്നാൽ മതി. ചിലപ്പോൾ റിലക്റ്റന്റ് ആയിട്ടായിരിക്കും, ഞാൻ പോയ പോലെ റിലക്റ്റന്റ് ആയിട്ടായിരിക്കും ആ ഒരു സ്ഥലത്തോട്ട് പോകുന്നത്. പക്ഷെ എന്നാലും അനുസരിക്കാം. അവർ സകലവും വിട്ട് അവര് ഉടനെ അനുഗമിച്ചു എന്നായിരിക്കുന്നത്. അപ്പൊ പറയുന്ന ഓരോ കാര്യവും നമുക്ക് ഉടനെ ഉടനെ കർത്താവിനെ അനുസരിച്ച് മുമ്പോട്ട് ചെയ്യാം. വളരെ ബ്ലെസ്സഡ് ആയിട്ട് ദൈവം നമ്മുടെ ജീവിതങ്ങളെ ഓരോ ദിവസവും വളരെ സംതൃപ്തിയോടെ കർത്താവിന്റെ നാമത്തിന് ഒരു ബ്ലെസ്സിങ് ആകാനായിട്ട് ഈ അൺഡിസേർവിങ്, യോഗ്യതയില്ലാത്ത നമ്മളെ കർത്താവ് ഡെയിലി ഉപയോഗിക്കും. അത് ഞാൻ ചിന്തിക്കുമായിരുന്നു, വളരെ സത്യമാ. ഞാൻ ബിസി ആകാൻ, അല്ലാതെ ഒരു മാറി ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞത് എന്നോട്, എനിക്ക് 3.5 വർഷമേ ഉള്ളായിരുന്നു. 3.5 വർഷത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഞാൻ ഇങ്ങനെ ചെയ്തു. പക്ഷെ അതേസമയം ഞാൻ റെസ്റ്റിനും സമയം കണ്ടെത്തി. നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കിയിരിക്കുക. നമുക്ക് ചിന്തിക്കാം, വളരെ കുറച്ച് സമയം, ചിലപ്പം ഇന്നാണോ നാളെയാണോ നമ്മളെ കർത്താവ് വിളിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർക്കാം. പക്ഷെ നമുക്ക് റെസ്റ്റ് വേണ്ടിയ സമയത്ത് ഏകാന്തതയിൽ മാറിയിരിക്കാനും ദൈവം സഹായിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ചിന്ത എന്നെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച വചനം അവസാനിപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുവാനും അങ്ങയുടെ വചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും കർത്താവെ, ഞങ്ങൾ അങ്ങ് എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്നു എന്ന് കർത്താവെ. കർത്താവെ, യോഗ്യതയില്ലാത്ത ഞങ്ങളെ അങ്ങയുടെ പ്ലാനിന്റെ പാർട്ടായിട്ട് തീർക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സുഖമില്ലെങ്കിൽ അതും കൂടെ ഉടനെ വന്ന് കർത്താവ് സുഖമാക്കുന്ന ദൈവമാണല്ലോ. കർത്താവെ, അതിന്റെ ഇടയ്ക്ക് കർത്താവെ ഞങ്ങളെ ഓർപ്പിക്കുക, പോയി വേറിട്ടിരുന്ന് വചനം വായിക്കേണ്ട ആവശ്യമുണ്ടെന്ന്, കർത്താവിനോട് സമയം ചെലവഴിക്കേണ്ട ആവശ്യമുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് റെസ്റ്റ് വേണമെങ്കിൽ കർത്താവ് അതും തരുന്ന ദൈവമാണല്ലോ. അതിനായിട്ട് ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. ദൈവം ഈ മർക്കോസ് 1 പോലെ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവെ. ഞങ്ങളുടെ പ്രയാസത്തിന്റെ ഇടയ്ക്ക്, വേദനകളുടെ ഇടയ്ക്ക്, ബുദ്ധിമുട്ടുകളുടെ ഇടയ്ക്ക്, ഞെരുക്കങ്ങളുടെ ഇടയ്ക്കും കൂടെ കർത്താവ് ഞങ്ങളെയും കൂടെ ഇൻവോൾവ് ചെയ്ത് കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് കർത്താവ് നോക്കിയിരിക്കുവാന്നല്ലോ. അതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഓ കർത്താവെ, സ്തോത്രം കർത്താവെ. ഈ രീതിയിൽ വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മുമ്പോട്ട് ജീവിക്കുവാനും അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനും ഞങ്ങളെയും സഹായിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.